19, 18. ഞാന് ആൻസർ പറയണം കേട്ടാ. അപ്പൊ അത് ഹലോ ഗായ്സ്, ഫാമിലിക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഒരു ബ്ലൈൻഡ് ചലഞ്ച് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ബ്ലൈൻഡ് ഡ്രോയിങ് ചലഞ്ച്. കണ്ണ് കെട്ടിയിട്ട് നമ്മള് ഒരു 10 ചിത്രം വരയ്ക്കും. ഓക്കെ, 10 ചിത്രങ്ങൾ വരയ്ക്കണം. അത് ഞാൻ വരച്ച ചിത്രം ഏട്ടൻ കണ്ടുപിടിക്കണം, ഏട്ടൻ വരച്ച ചിത്രം ഞാൻ കണ്ടുപിടിക്കണം. ഏട്ടൻ കണ്ടുപിടിച്ച ഏട്ടന് പോയിന്റ്, ഞാൻ കണ്ടുപിടിച്ച എനിക്ക് പോയിന്റ്. ഓക്കെ, അപ്പൊ ബ്ലൈൻഡ് ഡ്രോയിങ് ആയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. കുറച്ച് റൂൾസുകളൊക്കെ ഉണ്ട്. റൂൾസ് 10 റൗണ്ടാണ് ഓരോരുത്തർക്കും ഉള്ളത്. അത് ആ 10 റൗണ്ടില് എന്താ പറയാ, വരയ്ക്കണേനുള്ള ഒരു ടൈം 1 മിനിറ്റ് ആണ് ഉള്ളത്. ആ 1 മിനിറ്റിനുള്ളില് വരച്ചു കഴിയണം. അതിപ്പോ എന്താന്ന് മനസ്സിൽ വിചാരിച്ചാൽ മതി. അത് ഒരാള് വരയ്ക്കണത് മറ്റൊരാള് കണ്ടുപിടിക്കണം എന്താണ് വരയ്ക്കണേ എന്നുള്ളത്. അപ്പൊ അത് ശരി ഉത്തരാണെങ്കിൽ 1 പോയിന്റ് കിട്ടും, തെറ്റുത്തരാണെങ്കിൽ പോയിന്റ് ഇല്ല, 0 പോയിന്റ് ആണ്. അപ്പൊ അങ്ങനെയാണ് നമ്മള് ഇന്ന് ഗെയിം വന്നേക്കണത്. അപ്പൊ 10 ഷീറ്റ് ഉണ്ട് കേട്ടോ നമ്മുടെ കയ്യില്. അപ്പൊ ഈ ഷീറ്റിലാണ് നമ്മൾ ഇന്ന് വരയ്ക്കാൻ പോണത്. അതും കണ്ണ് കെട്ടിയിട്ട്. അപ്പൊ ഏറ്റവും അവസാനം മാത്രം വരയ്ക്കാൻ പാടുള്ളൂ. അത് കണ്ണ് കെട്ടിയിട്ട് പ്രത്യേകിച്ച് 1 മിനിറ്റ് സമയം കണ്ണ് കെട്ടിയിട്ട് കഴിഞ്ഞിട്ട് മാത്രം വരയ്ക്കാൻ പാടുള്ളൂ. എന്ത് വേണമെങ്കിലും വരയ്ക്കാം, നമ്മുടെ ഇഷ്ടം. അതിഷ്ടം അത് മനസ്സിലാക്കി കണ്ടുപിടിക്കണം, ഗസ് ചെയ്യണം. അപ്പൊ ലാസ്റ്റ് റൗണ്ടില് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു നല്ല ട്വിസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പൊ എന്തായാലും പറയാം. പിന്നെന്താന്നൊരു കാര്യണ്ട്, നമ്മള് വരയ്ക്കാൻ നോർമലി കണ്ണ് തുറന്നെ മര്യാദക്ക് വരയ്ക്കാൻ അറിയാത്ത ആൾക്കാരാണ് പറയാണ്. അപ്പൊ പിന്നെ അതിന്റേതായ പോരായ്മകൾ കണ്ണ് കെട്ടിയിട്ട് വരയ്ക്കുമ്പോഴും ഉണ്ടാവും. അപ്പൊ എന്തായാലും നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ എന്തായാലും നമുക്ക് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും തുടങ്ങാം. അപ്പൊ ആരോഗ്യത്തോ ഫസ്റ്റ് ഓക്കെ. അപ്പൊ ഇന്നറോ ശരിയായില്ലേ ഒന്നുകൂടി വൺസ് മോർ. ഓക്കെ, അല്ലല്ല, ഞാൻ ശരിക്ക് പിടിച്ച ആളാണ്. അപ്പൊ ഞാനാണ് ശരിക്കും വരയ്ക്കേണ്ടത്. അങ്ങനെയില്ല, ഞാൻ പറയാം തീരുമാനം. ഞാൻ വരയ്ക്കണോ ഏട്ടൻ വരയ്ക്കണോ? നീ വരച്ചോ. ഓക്കെ, അപ്പൊ കണ്ണ് കെട്ടാൻ പോവാണ്. ഇവിടെ കണ്ണ് കെട്ടാളെ ഷാൾ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പൊ കീർത്തനയുടെ കണ്ണ് കെട്ടിയേക്കാണ്. ഇനി നമുക്ക് എന്താ പറയാ, ടൈമർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. 1 മിനിറ്റ് ആണ് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ വർക്കല്ലേ? ഓക്കെ, ടൈം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കറക്റ്റ് 1 മിനിറ്റ് ആവുമ്പോ അലറടിക്കും. അതിൽ വെച്ച് നിർത്തണം. പതിനൊന്ന്, 10, 9, 8, 7, 4, 3, 2, 1. ടൈം. ഓക്കെ, അപ്പോഴേ കേട്ടോ കണ്ണ് കെട്ടിയതാക്കാൻ പോവാണ്. റൗണ്ടാണ്. നല്ല അടിപൊളിയായിട്ട് വരച്ചിട്ടുണ്ട് കേട്ടാ. ഇത് എന്നാത്ത ചാതല്ലോ. അപ്പൊ ഇത് നീ വരച്ചേക്കണത്. ഇതിന്റെ കറക്റ്റ് ഞാന് ആൻസർ പറയണം കേട്ടാ. അപ്പൊ ഇത് ഒരു മനുഷ്യനെ വരച്ചല്ലേ? അല്ലേ? മനുഷ്യനല്ലേ? മനുഷ്യന് ഇങ്ങനെ ഉണ്ടാവുക. ഇതെന്താ? നോക്ക് എത്ര കാലുണ്ട്. ഓഹോ, പൂച്ചക്കുട്ടന് രോമ വരച്ചേക്കണത് മൊത്തം. അത് അങ്ങോട്ട് മാറിപ്പോയി എന്റെ കുറ്റ. അയ്യോ, ഭയങ്കരം തന്നെ. പൂച്ചക്കുട്ടീനെ വരച്ചേക്കണതാണ് കണ്ടാ. 4 കാലുണ്ട് നോക്കണ്ടെന്നില്ലെങ്കിൽ എത്ര കാലുണ്ട് നോക്കിട്ടൊരു മനുഷ്യക്കുട്ടി എന്ന് പറഞ്ഞില്ലെങ്കിലും വേണ്ടില്ലേ. പക്ഷെ എന്നാലൊരു സാമാന്യായിട്ട് എന്തെങ്കിലും കുട്ടികളെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട് പറയില്ലേ എന്തായാലും. വേണ്ട, രോമങ്ങളല്ലേ വരച്ചേക്കണ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഇങ്ങനെ അങ്ങനെയൊക്കെ ഇട്ട്.
അല്ല എത്ര രോമുള്ള പൂച്ച നമ്മുടെ വീട്ടില് വാല വരച്ചേക്കണ്ട. ഓക്കെ, അതെ അടുത്തത് ഞാനാണ്. കണ്ണ് കെട്ടിക്കോളൂ. സ്റ്റാർട്ട് നൗ. ഇതാണ് ചിത്രം. ഞാൻ ഓക്കെ, ഇതാണ് ചിത്രം. ഇതെന്താന്നല്ലേ, ഇത് സ്വാഭാവികമായിട്ട് ഇങ്ങനെ കണ്ടാൽ മനസ്സിലാവില്ല. പക്ഷെ ഏട്ടൻ വരച്ചിരുന്ന രീതി എനിക്ക് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവും ഇതൊരു താറാവിനെ വരച്ചതായിരിക്കും. വെള്ളത്തിൽ ഒഴുങ്ങി നടക്കുന്ന ഒരു താറാവ്. ഭയങ്കരമായ ആള്. ആദ്യം ഞാൻ മയിലാന്ന് വിചാരിച്ചു, തെറ്റിദ്ധരിച്ചു. പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായ വെള്ളം വരച്ചപ്പോ വെള്ളത്തിൽ നോടുന്ന താറാവിനെ വരച്ചത് അല്ലേ? ശരിയാ. ഒരു പോയിന്റ് കീർത്തനക്കിട്ടാ റൗണ്ട്. അപ്പൊ കീർത്തന ഇതിലൊരു പോയിന്റ് അടിച്ചുകൂടാ. ഇതിലൊരു പോയിന്റ് കീർത്തനക്ക്. നമുക്ക് വീണ്ടും ടൈമർ വെക്കാൻ പോവാണ്. സെക്കൻഡ് റൗണ്ട് ആണ് കേട്ടോ. ഓക്കെ, സ്റ്റാർട്ട് നൗ. ഓക്കെ, പെട്ടെന്ന് വരയ്ക്കാൻ പറ്റില്ല. 58 3 2 1 കഴിഞ്ഞു. ഓക്കെ, കെട്ടയച്ചോളൂ. കെട്ടയക്കൂ. മനസ്സിലായ? ഇല്ല, എനിക്ക് മനസ്സിലായി. ഞാൻ വിചാരിച്ചു ഞാൻ തെറ്റിട്ടുണ്ട്. മൊബൈൽ ഫോണാണോ? അല്ല, മൊബൈലല്ല. എനിക്ക് മനസ്സിലാവണില്ല ഇതെന്താണ് സാധനം എന്ന്. നിങ്ങൾക്കറിയാമെങ്കിൽ പറയട്ട. ഒരു മിനിറ്റ്. വേണ്ട, ക്ലൂ വേണ്ട. ഇതെനിക്ക് തന്നെ മനസ്സിലാവണില്ല ഇതെന്താണ് സാധനം. കുറച്ചുകൂടി മോഡിഫൈ ചെയ്തോ. വേണ്ട, ഇത് എനിക്കും അറിയില്ല ഇതെന്താ. നമ്മുടെ വീട്ടിലുള്ള സാധനമാണിത്. ഫ്രിഡ്ജാ? അതല്ല. അലമാര്? അല്ല. ഇവിടെ വട്ടത്തിന് സാധനം ഇങ്ങനെ കയറ്റുന്ന സാധനം എന്തിട്ടുണ്ടാവാറ് വീട്ടില്? ഇങ്ങനത്തെ ഒരു ബോക്സില് വട്ടത്തിലൊക്കെ ഉള്ളതായിട്ട് അറിയില്ല. 3 ബോക്സ് സെറ്റ് ഇവിടെ ഇരിക്കുന്നില്ല. എന്നിട്ട് ഇത് എന്താ മനസ്സിലായില്ല? ബോക്സ് സെറ്റ്. അത് ഇയാളാ തിരിയാത്ത പേരടിക്ക് നോക്കി ഒരു ഒറ്റ അടി കോയക്കാം. ബോക്സ് സെറ്റ്. ഓ, ഇതാണ് ബോക്സ് സെറ്റ്. പിന്നെ ഇത് ബോക്സ് സെറ്റ് അല്ലാണ്ട് പിന്നെ എന്തൊട്ട് തന്നെയത്? പെട്ടെന്നൊന്നും മനസ്സിലാവില്ല. അത് പെട്ടെന്നൊന്നും മനസ്സിലാവില്ല. ബോക്സ് സെറ്റ് എന്നൊന്നും പറഞ്ഞാൽ നമുക്കൊന്നും പെട്ടെന്ന്. അതൊരു കുഴി സാധനം, ചതുരത്തിലൊരു ഇത് വട്ടത്തിലൊരു സാധനം ഉണ്ടല്ലോ. ഉള്ളിൽ ബോക്സിനല്ലേ ഉണ്ടാവുള്ളൂ. ഇങ്ങനെ ഇത് എന്തായാലും ശരിക്ക് ഇതാവാൻ പറ്റില്ല. നിങ്ങൾ തന്നെ പറയണത് പെട്ടെന്ന് മനസ്സിലാവും. അപ്പൊ ഏട്ടന് പോയിന്റ് കിട്ടില്ല. അത് ഞാൻ പറഞ്ഞത് ശരിക്ക് പോയിന്റ് കണ്ട് തിരിച്ചായിരുന്നത്. അങ്ങനെയാണെങ്കിൽ എന്നൊക്കെ ഒരു പൊടി. ഓക്കെ, എന്താ വരച്ചു? ടൈമുണ്ട്. 16-17 സെക്കൻഡ് തയ്യാറായിട്ടുള്ളൂ. സിമ്പിൾ സാധനങ്ങളാണ് നമ്മൾ വരയ്ക്കാറുള്ളൂ. അല്ലാതെ ഈ മാതിരി ബോക്സ് സാധനങ്ങള് അതൊന്നും പെട്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല. ഓക്കെ, അതെ. കൊമ്പുള്ള 4 കാലി ജീവിയാണ്. പശു ആയിരിക്കാം, എരുമയായിരിക്കാം, ഇതാണ് ഞാൻ ആയിരിക്കാം. സോറി, പശു ആയിരിക്കണം. പറഞ്ഞോളൂ. പശു അല്ല. ആട് അല്ല. പോത്ത്. മതി, ഉത്തരങ്ങളൊക്കെ കഴിഞ്ഞില്ലേ? ശരിക്കും പട്ടീനെ വരച്ച. കൊമ്പല്ല, ചെവി വരച്ചതാ. ചെവി വരച്ചാണ്. നോക്ക്, കറക്റ്റാ. ഞാൻ നമ്മുടെ അവിടെ വീടിനും പുറത്ത് വന്നിരിക്കുന്ന പട്ടികളെ വരച്ചാണ്. പക്ഷെ മിസ്റ്റേക്ക് പറ്റി. അത് കണ്ടു കെട്ടിട്ട് അയ്യാരനാണ് ഇങ്ങനെ വരച്ചത്. അതാണ് വാല് മേപ്പട്ടിക്ക് വലിച്ചത്. അവര് വാലാട്ടാ ഇങ്ങനെ. പശുവിന്റെ വാലൊക്കെ ഇങ്ങനെ നിൽക്കുക. പക്ഷേ ഞാൻ എന്തുട്ടത് ഏറ്റവും കണ്ടിട്ടുണ്ട്. ഇത് കിട്ടും. ഞാൻ വിചാരിച്ചു തന്നെ ആവട്ടെ. വേറെ ഒന്നും വിചാരിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ നമ്മള് ടൈം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. 3, 2 സ്റ്റാർട്ട് 1. ഓക്കെ, സ്റ്റാർട്ട്. വട്ടം വച്ചു.
കഴിഞ്ഞ അല്ല വല്ല വട്ടം വെക്കാം. അവിടെ കറക്റ്റാണ്. ഇനിയുണ്ട് 21 ആയിട്ട്. കഴിഞ്ഞില്ലേ? ഓക്കെ, 8 മണിക്ക് വെച്ചോ. 5 4 3 2 1. അപ്പൊ ഇതാണ് നമ്മുടെ കീർത്തന വരച്ചത്. സിമ്പിൾ ആയിട്ട് എനിക്ക് മനസ്സിലായി. കറക്റ്റായില്ലേ? ഞാൻ വിചാരിച്ച പോലെ വന്നു. ഇതാണ് കീർത്തന വരച്ചത്. സൈക്കിളല്ലേ വരച്ച അമ്പാടിയുടെ? അല്ല സൈക്കിളല്ലേ, സൈക്കിള്. അപ്പൊ എനിക്കൊരു പോയിന്റ്. അതെന്താ സൈക്കിളാന്ന് തോന്നാൻ കാരണം? ഈ 2 ടയറും ഈ സാധനം വരച്ചപ്പോ അമ്പാടിയുടെ സൈക്കിൾ മാതിരി തോന്നിയിട്ട്. അല്ല അപ്പൊ പിന്നെ മറ്റേ ഹാൻഡില് പിന്നെ കഴിഞ്ഞാൽ മനസ്സിലാവല്ലോ. ബൈക്കാണെങ്കിലോ? ബൈക്കാണെങ്കിൽ അല്ല, സൈക്കിൾ തന്നെയായിട്ട് തോന്നി. അതാണ് കഴിവ്, ആ. എന്റെ വരയുടെ കഴിവ്. അല്ലാതെ ഏട്ടന് തീർച്ചയായും കഴിവ്. ശരി ശരി. ഓക്കെ, ഞാൻ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, സ്റ്റാർട്ട്. ഈശ്വര, വളരെ മനോഹരമായ നമ്മുടെ വീടിന്റെ ഫോട്ടോയാണ് വെച്ചിരിക്കുന്നത്. വീടിന്റെ ഫോട്ടോയാണ് കേട്ടോ, വീടിന്റെ ഫോട്ടോ. ക്ലിയർ ആയിട്ട് കാണണ്ടാ മതി. വെള്ളം ആളുകളാണ് എനിക്ക് കണ്ടത്. അതെ, എനിക്കത്. പക്ഷെ എന്തായാലും കാണണ്ടാവും. ഇല്ലെങ്കിൽ നമുക്ക് 2 ഫോട്ടോ കാണിച്ചു കൊടുക്കാല്ലോ എല്ലാവർക്കും, ആദ്യം വരച്ചതും. അപ്പൊ ഞാന് കീർത്തന വേഗം കണ്ടുപിടിച്ചു. വീടാണ്, വീട് ഇത് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ ഞാൻ ഈ സാധനം വരയ്ക്കാൻ അറിയാത്തോണ്ടല്ല. ഇതാണ് ഞാൻ വരയ്ക്കാത്തത്. ഏട്ടന് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റരുത് എന്ന് വിചാരിച്ചു മാത്രം. പക്ഷെ ഏട്ടൻ പാവം എനിക്ക് പോയിന്റ് കിട്ടിക്കോട്ടെ വെച്ചിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു. ഓക്കെ, 4ാമത്തെ ചിത്രം കീർത്തന. അങ്ങനെ 4ാമത്തെ റൗണ്ടിലേക്കാണ് കിടക്കുന്നത്. ഓക്കെ, കണ്ടില്ല. സ്റ്റാർട്ട്. വരച്ചോ. ഓക്കെ, ടൈം അപ്പ്. അപ്പൊ ഞാൻ പറയട്ടെ. കസാര കസാര അല്ലേ? കസാരയാണ് കീർത്തന വരച്ചയക്കണത്. അത് കണ്ടപ്പോ മനസ്സിലായി. 4 കാര്യം വരച്ചപ്പോ ഏകദേശം മനസ്സിലായി കസാര തന്നെയാണെന്ന്. താങ്ക് യു. അപ്പൊ വീണ്ടും എനിക്ക് 2 പോയിന്റ്. അപ്പൊ 2 പേർക്ക് ഇപ്പൊ 4 വട്ടം മത്സരിച്ചാല് 2 പോയിന്റ് വെച്ചിട്ട്. ഞാന് വീട് വരച്ചത് നീ ഞാൻ കണ്ടുപിടിച്ചു. ഓക്കെ, പിന്നെ ഞാൻ പൂച്ചേനെ കണ്ടുപിടിക്കാത്തുള്ളൂ. താറാവും കണ്ടുപിടിച്ചു. 2 പോയിന്റ് എനിക്ക്. 2 പോയിന്റ്. 2 പേർക്കും തുല്യമായിട്ടാണ് ഇപ്പൊ നിക്കണത്. അപ്പൊ 4ാമത്തെ റൗണ്ട് ഞാൻ വീണ്ടും കളത്തിലേക്ക് ഇറങ്ങാണ്. ചുറ്റി മനസ്സിലായി. എന്താ ഇത്ര മനോഹരമായ ചിത്രം എനിക്ക് എന്തോ തോന്നില്ല. അടിപൊളിയായിട്ട് ചിത്രം വരച്ചാണത്. ടൈം ഇനിയും ഉണ്ട് കേട്ടാ എന്റെ കയ്യില്. ചിത്രം അപ്പൊ ഈ ചിത്രം എനിക്ക് മനസ്സിലായി. ഇതൊരു ഉൺമേശയാണ്. അതിന്റെ മുകളിൽ ഫയർഫ്ലൈസ് ഒരു ഊൺമേശ, അതിന്റെ മുകളിൽ ഒരു ഫ്ലവർ ഇരിക്കുന്നതാണ് അല്ലെ? കറക്റ്റ് ആൻസർ. അപ്പൊ കീർത്തനയ്ക്ക് 3 പോയിന്റ്. 2 പോയിന്റ്. ടോട്ടല് 10 ടാസ്ക് ആണ് നമ്മള്. അത് 5 അങ്ങനെയാണ് നമ്മള് തീരുമാനിച്ചേക്കണത് കേട്ടാ. ഓക്കെ, അധികം പിന്നെ നമ്മള് ലാഗ് അടിപ്പിക്കാൻ പാടില്ല നിങ്ങളെ. ടൈം സ്റ്റാർട്ട് നൗ. നല്ല അടിപൊളിയാണ്. ഓക്കെ, ഇതൊരു തെങ്ങാണോ വരച്ചേക്കണത്? തെങ്ങ് അല്ലേ? തെങ്ങ് ആണെങ്കിൽ ഉണ്ടോ?
നല്ല ഭംഗിയുള്ളതാണ്. പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും ട്ടാ. പെട്ടെന്ന് മനസ്സിലാവും അങ്ങനത്തെ ഒരു തെങ്ങാണ് ദേ വരച്ചു വെച്ചേക്കണത്. യെസ്. അപ്പൊ എനിക്ക് ഇപ്പൊ എത്ര പോയിന്റ്? 3 പോയിന്റ്. ഓക്കെ. അപ്പൊ ഇനി എന്റെ ലാസ്റ്റ് റൗണ്ടാണ് ട്ടാ. ലാസ്റ്റ് റൗണ്ട് നല്ല അടിപൊളി ട്വിസ്റ്റ്. ഇനിയാണ് കണ്ടുപിടിക്കാൻ പറ്റാത്തത് നമ്മള് ഇന്ന് പടയ്ക്കാൻ പോണത്. കീർത്തനക്ക് നല്ല അടിപൊളി ടാസ്ക് കൊടുക്കാൻ പോവാണ്. ഓക്കെ കീർത്ത, കണ്ടുപിടിക്കണട്ടാ, കണ്ടുപിടിക്കണ നീ. പേന പേന. നല്ല വൃത്തിയാക്കണില്ല, ഒന്നുകൂടി ഭംഗിയാക്കണില്ല. ഏയ് ഇതില് നീ ഒന്നും ചെയ്യണ്ട. ഇനി എവിടേക്കാ വാലും തലയൊക്കെ ഒന്നും മനസ്സിലാവില്ല. ഓ ഇത്ര മനോഹരമായ ചിത്രം, കറക്റ്റ് ഇത്ര കറക്റ്റായ ചിത്രം, മൂക്കും വായും എല്ലാം കറക്റ്റായ ചിത്രം. ഇത് ആരെ ഉദ്ദേശിച്ചേട്ടൻ വരച്ചു എന്ന് ഞാൻ പറയാം. ഏട്ടൻ മനസ്സിൽ വിചാരിച്ചത് എന്റെ മുഖമാണെന്ന് എനിക്ക് നല്ല മനസ്സിലായി. അതുകൊണ്ടാണ് ഇത്ര വലിയ ടീസ്റ്റാണ് ഏട്ടൻ പറഞ്ഞത്. ഞാൻ എന്റെ പേര് പറയരുതല്ലോ, അതുകൊണ്ടാണ് എന്നെ തന്നെ വരച്ചത്. അപ്പൊ എനിക്ക് മാർക്ക് ഓർമ്മല്ലോ. എന്തായാലും ജയിച്ചത് ഞാനാട്ടോ. ഇതെന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. സംശയം ഉണ്ടോ? ഏട്ടൻ അല്ലാന്ന് പറഞ്ഞാലും എനിക്കറിയാതെ ഏട്ടൻ എന്നെ മാത്രം ഉദ്ദേശിച്ച് വരച്ചതാന്നുള്ളത്. അപ്പൊ ഗൈസ്, അപ്പൊ ഞാനിത് ശരിക്കും കീർത്തനെ നോക്കി വരച്ചതാണ്. പക്ഷെ വരയ്ക്കറിയാത്ത ആളായോണ്ട് കുഴപ്പമില്ല, കറക്റ്റ് ആയിട്ട് വരച്ചിട്ടുണ്ട്. അപ്പൊ കറക്റ്റ് നമ്മള് തുല്യ പോയിന്റ് ആയിട്ടാണ് നമ്മുടെ ടാസ്ക് ഇപ്പൊ അവസാനിച്ചേക്കുന്നത്. 5 ചിത്രം കീർത്തന വരച്ചിട്ടുണ്ട്, 5 ചിത്രം ഞാൻ വരച്ചിട്ടുണ്ട്. ഇത് മാറ്റി വയ്ക്കില്ല. ഇത് നമ്മുടെ ഇതില് നന്നായി വരച്ചിട്ടുള്ള ചിത്രം, കണ്ണ് കെട്ടിയിട്ട് നന്നായി ചിത്രം വരച്ചിട്ടുള്ളത് ആരാണെന്ന് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെ പറയണം കേട്ടോ ഇത് കണ്ടിട്ട്. അപ്പൊ ഞാനാണ് നന്നായി വരച്ചെങ്കിൽ നിങ്ങള് ലവിന്റെ ചിഹ്നം ഇടണം, റെഡ് കളറ് ലവ് ചിഹ്നം ഇടണം. കീർത്തിനാണ് ജയിച്ചെങ്കിൽ ബ്ലൂ കളറ് ഹാർട്ടാണ് ഇടേണ്ടത്. നിങ്ങളത് എന്തായാലും മറക്കാതെ കമന്റ് ചെയ്യിക്കാൻ കേട്ടോ. കാരണം ഇതില് നല്ല ചിത്രം വരച്ചത് ആരാണെന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അപ്പൊ നമ്മുടെ ടാസ്ക് ഇന്ന് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇനി അടുത്ത ടാസ്ക് ആയിട്ട് ഞങ്ങൾ ഇനി വരും, അല്ലെങ്കിൽ ഇനി ഇതിലും നല്ല അടിപൊളി ആയിട്ട് വരും. ഇനി എന്തെങ്കിലും മാറ്റങ്ങളോ കാര്യങ്ങളോ വരുത്തണമെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് ഇവിടെ വെച്ച് എൻ്റെ ചെയ്യാം. അപ്പൊ എന്തായാലും ഈ ടാസ്ക് ഇവിടെ വെച്ച് അവസാനിച്ചേക്കാണ്. ബൈ.